എല്ലാ പ്രിയപ്പെട്ടവർക്കും എ ടു സെഡ് വാർത്തയിലേക്ക് സ്വാഗതം. നടി ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോജയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം. ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ്. പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു. പൊതുവേദിയിൽ വെച്ചും ജ്വല്ലറിയിൽ വെച്ചും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകളാണ് വിവാദമായത്. ജ്വല്ലറിയിൽ വെച്ച് ഒരു നെക്ലേസ് നടിയുടെ കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗം മാത്രമേ കാണൂ, മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതിനെക്കുറിച്ച് പറഞ്ഞത്. കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നും പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. ഈ രണ്ടു പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് വഴിവെച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അതിരുകടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നുമാണ് വിമർശനം. അശ്ലീല ചുവയുള്ള ഈ പരാമർശം ഒരാളും പൊതുസ്ഥലത്ത് പറയരുതാത്തതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മോശം കമന്റ് ഇടുന്നവരെ കുറിച്ച് പറയാൻ 100 നാവാണല്ലോ. ഇത്രയും ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഒരു കോടീശ്വരൻ പറഞ്ഞപ്പോൾ ചിരി മാത്രമേ ഉള്ളോ എന്നും ചിലർ ചോദിക്കുന്നു. അതേസമയം ഫ്ലവേഴ്സ് ടിവിയിലെ ഒരു പരിപാടിയിൽ തന്റെ വ്യക്തി ജീവിതത്തെപ്പറ്റി ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യങ്ങൾ കൂടി വൈറലാവുകയാണ്. ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു താരം. അവതാരകനായ ശ്രീകണ്ഠൻ നായരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ തന്റെ വിവാഹത്തെക്കുറിച്ചും ഭാര്യയെപ്പറ്റിയുമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. മാത്രമല്ല ചില സിനിമകൾ തന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ബോബി വെളിപ്പെടുത്തുന്നു. എൻ്റെ കല്യാണം 22ാമത്തെ വയസ്സിൽ നടത്തി. ശരിക്കും കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. ഞാൻ ഒറ്റത്തടിയായി നടക്കാനാണ് ആഗ്രഹിച്ചത്. എനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പിടിച്ച് നിർബന്ധിച്ച് കെട്ടിക്കുകയായിരുന്നു, അതും 22ാമത്തെ വയസ്സിൽ. കോളേജിൽ പഠിക്കുന്നവരിൽ പലരും എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമോ എന്ന് ചോദിച്ചു തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് തോന്നി ഒരു കല്യാണം കഴിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്, അതല്ലെങ്കിൽ മോൻ ഒരുപാട് കല്യാണം കഴിച്ചേക്കുമെന്ന്. അമ്മയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയാണ് നിർബന്ധിച്ച് കെട്ടിക്കുന്നത്. പിന്നെ ആലോചിച്ചപ്പോൾ ഇത് കുഴപ്പമില്ലെന്ന് തോന്നി. ഒരിക്കൽ കെട്ടിയാൽ പിന്നെ വീണ്ടും വീണ്ടും കെട്ടാൻ തോന്നില്ല. കെട്ടാത്തവർക്ക് പലതും തോന്നും. ഇതൊക്കെ ഭയങ്കര സംഭവമെന്നായിരിക്കും കരുതുന്നത്. തന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ച സിനിമകളിലൊന്ന് മോഹൻലാലിന്റെ ബോയിങ് ബോയിങ് ആണെന്നും ബോച്ചെ പറയുന്നു. സിനിമയിൽ ഒരുപാട് സ്ത്രീകളെ ഒരുമിച്ച് പ്രണയിക്കുന്നതാണ് കാണിക്കുന്നത്. അത് ജീവിതത്തിലും ആവർത്തിച്ചപ്പോൾ കുഴപ്പമാണ് ഉണ്ടായത്. പിന്നെ എനിക്ക് പ്രചോദനങ്ങളൊക്കെ ലഭിക്കാറുള്ളത് സിനിമകളിൽ നിന്നുമാണ്. സിനിമ എനിക്കിഷ്ടമാണ്. എന്തു വേണം എന്തു വേണ്ട എന്നിങ്ങനെ നല്ലതും മോശവും ഒക്കെ സിനിമയിലൂടെയാണ് ഞാൻ കണ്ടു മനസ്സിലാക്കുന്നത്. ബോയിങ് ബോയിങ് നല്ല സിനിമയായിരുന്നു. അതിൽ എങ്ങനെ പ്രണയിക്കാമെന്നൊക്കെ മനോഹരമായി അവതരിപ്പിച്ചു. അതിൽ നിന്നും നല്ല ആശയങ്ങളൊക്കെ നമുക്കും കിട്ടി. എല്ലാ ആഴ്ചയിലും സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. എല്ലായ്പ്പോഴും ഭാര്യയുടെ കൂടെയാണെങ്കിൽ നമുക്കത്ര വില കിട്ടില്ല. ഇപ്പോൾ മാസത്തിൽ ഒരാഴ്ചയൊക്കെ കാണാറുള്ളൂ. അപ്പോൾ നല്ല വിലയാണ്. എനിക്കുള്ളതുപോലെ സ്വാതന്ത്ര്യമുള്ള ആളാണ് ഭാര്യയെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.